Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയിൽ സമവായത്തിന്റെ വാതിൽ തുറക്കുകയാണോ സർക്കാർ? അടിയന്തര സിൻഡിക്കേറ്റ് വിളിക്കാൻ VC മോഹൻ കുന്നുമ്മൽ സമ്മതിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു അറിയിച്ചു. എന്നാൽ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടിയിൽ VC ഉറച്ചു നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ട്. അല്ല, നിങ്ങൾ പതുക്കെ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഞാൻ വീഴുന്നില്ല. I am not ready. Thank you. കേരള സർവകലാശാലയിലെ പ്രതിസന്ധിക്കും വിവാദങ്ങൾക്കും പരിഹാരമാകുന്നു എന്നായിരുന്നു രാവിലെ മുതൽ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞ തലക്കെട്ടുകൾ. 20 ദിവസത്തിനു ശേഷം സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഓഫീസിലേക്ക് എത്തിയതാണ് പ്രതീക്ഷയ്ക്ക് കരുത്ത് പകർന്നത്. VCയെ തടയാനോ പ്രതിഷേധിക്കാനോ SFIയോ ഇടത് അനുകൂല സംഘടനകളോ ആരും എത്തിയില്ല. പിന്നാലെ ഡോക്ടർ മോഹനൻ കുന്നുമ്മലും സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറും ഔദ്യോഗിക വാഹനത്തിൽ തന്നെ സർവകലാശാലയിലെത്തി. മഞ്ഞുരുകലിന്റെ ലക്ഷണമായാണ് ഇതെല്ലാം വിലയിരുത്തപ്പെട്ടത്. VCയെ തടയില്ല എന്ന വാക്ക് വിശ്വസിച്ചാണ് ഇന്ന് വന്നത്. അത്യാവശ്യ ഫയലുകളെല്ലാം ഒപ്പിട്ടു. ഇനിയൊരു ഫയലും ബാക്കിയില്ലെന്നും മേശ ക്ലീനാണെന്നും പ്രതികരിച്ച മോഹനൻ കുന്നുമ്മൽ പക്ഷേ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്നു. ഞാന് ഈ രജിസ്ട്രാർ സസ്പെൻഡഡ് രജിസ്ട്രാർ ഒപ്പിട്ട ഒരു ഫയലും ഞാൻ നോക്കിയിട്ടില്ല. ഒരാള് ബോധപൂർവം സസ്പെൻഡ് ചെയ്ത ഒരാള് ഇടിച്ചു കയറി ഈ ഫയൽ ഓരോന്നും നോക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഒരാൾ ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോ ഞാൻ അതിനെ എങ്ങനെ എൻഡോഴ്സ് ചെയ്യാം? ഇറ്റ് കനോട്ട് ബി ഡൺ. സമവായ സാധ്യതകൾ എന്ന ചർച്ചകൾക്ക് കൂടുതൽ ബലം നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവുമായി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയും പിന്നാലെ വന്നു. മന്ത്രിയുടെ വസതിയിലായിരുന്നു അരമണിക്കൂറോളം നീണ്ട നിർണായക കൂടിക്കാഴ്ച. വിവാദങ്ങളും തർക്കങ്ങളും സർവകലാശാല കമ്മ്യൂണിറ്റിക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ദോഷകരമായി വരും എന്ന് കണ്ടുകൊണ്ടാണ് ഈ തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ മന്ത്രിയും VCയും തമ്മിൽ നടത്തിയ ചർച്ച അലസിപ്പിരിഞ്ഞെന്നാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ. സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ കാര്യത്തിൽ VCക്കുള്ള കടുംപിടുത്തമാണ് അവിടെയും കല്ലുകടിയായതെന്നാണ് റിപ്പോർട്ട്. കേരള കലഹത്തിന് പരിഹാരമില്ലേ? VCക്ക് പിടിവാശിയോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കിടന്നുരുളുന്ന VCയാണ് നമ്മൾ കാണുന്നത്. ഒടുവിൽ ഭാരതാംബയെ വെച്ച, അല്ലെങ്കിൽ കാവ്യക്കുടി ഏന്തിയ ഭാരതാംബയെ വെച്ചതിൽ പ്രശ്നമില്ലേ എന്നൊരു ചോദ്യത്തിൽ പ്രകോപിതനായി ഉത്തരമില്ലാതെ കയറിപ്പോകുന്ന VCയാണ് നമ്മൾ കണ്ടത്. പിന്നീടാണ് VC ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കാണാൻ പോകുന്നത്. സർക്കാർ ഇടപെടുന്ന വിഷയം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതും. VCക്ക് പിടിവാശിയാണോ? ഇതിപ്പോൾ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി വേഴ്സസ് രാഷ്ട്രീയ നിലപാട് എന്ന രൂപത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതിനൊപ്പം നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ഭാവി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതേസമയം ഈ പറയുന്ന RSS നിലപാട് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഭരണത്തിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഗവർണറുടെ നിലപാടിനെ നമ്മൾ ശക്തിയുക്തം എതിർക്കുന്നുമുണ്ട്. പക്ഷേ ഇന്ന് VCയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. കാരണം കഴിഞ്ഞ 30-നാണ് VC അവിടെ നിന്നും പോകുന്നത്. അത് ആദ്യം റഷ്യൻ യാത്രയായിരുന്നു, തിരിച്ച് ജോയിൻ ചെയ്യുന്നു. പക്ഷേ പിന്നീട് കയറാൻ പറ്റാത്ത രൂപത്തിൽ മാറിയല്ലോ. അപ്പോൾ നീണ്ട 18 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇന്ന് അവിടെ എത്തുമ്പോൾ, മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇവിടെ 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയായിരുന്നു, അതിലൊക്കെ ഒപ്പുവച്ചിരിക്കുന്നു. ഇന്ന് മാത്രം വന്ന 145 അപേക്ഷകളുണ്ടായിരുന്നു, അതിലും താൻ ഒപ്പുവെച്ചു. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റുകളൊന്നും കെട്ടിക്കിടക്കുന്നില്ല. ആ പണി അങ്ങ് പൂർത്തിയാക്കി. പിന്നെ PhD പാനൽ, അത്യാവശ്യം ഫയലുകൾ, ഇതൊക്കെ തന്നെ തീർത്തിരിക്കുന്നു. അപ്പോൾ ഇതുവരെ കെട്ടിക്കിടന്നിരുന്നു എന്നുള്ളൊരു വിഷയം അവിടെ നിന്നിരുന്നല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ കണ്ടതാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിലെ വലിയ പ്രതിഷേധം, SFIയുടെ സമരം. അത് ഈ അവിടെ ഹാളിൽ ഭാരതാംബ, കാവ്യക്കൊടിയേന്തിയ ഭാരതാംബയെ വെച്ചുകൊണ്ടുള്ള പരിപാടിയിൽ ചാൻസലർ എത്തുന്നതിന് ശേഷം തുടർന്ന് നടന്ന സമര പരമ്പര,
ആ സമര പരമ്പരയ്ക്ക് തൽക്കാലം സുല്ലിട്ടിരിക്കുന്നു SFI എന്നുള്ളതാണ്. ഇന്നലെ സമരമുണ്ടായിട്ടില്ല. SFIയോട് തൽക്കാലം സമരത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് സർക്കാർ നിർദ്ദേശിച്ചു എന്നുള്ള സൂചനകളുമുണ്ട്. അതിന് കാരണം ഇത് വിദ്യാർത്ഥികളെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഇതിങ്ങനെ ഈ രൂപത്തിൽ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് മാറി SFI ആ രൂപത്തിൽ മാറുന്നു. പിന്നെ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ടും സിൻഡിക്കേറ്റ് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റും ഞങ്ങൾ VCയെ തടയുന്നില്ലല്ലോ എന്നൊരു നിലപാട് എടുക്കുന്നു. അപ്പോൾ ആ രൂപത്തിലേക്ക് അവരും അയയുന്നുണ്ട്. അങ്ങനെ VC എത്തുകയാണ്, അവിടെ വെച്ച് വാർത്താസമ്മേളനം നടത്തുന്നു, ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അതേസമയം ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗവർണറുടെ അധികാരത്തെക്കുറിച്ചാണ്. ഗവർണർ എന്നാൽ ഭരണത്തലവനാണ്, സർവകലാശാലകളുടെ തലവനാണ് ചാൻസലർ. അപ്പോൾ ആ ചാൻസലറെ അപമാനിക്കാൻ പാടുമോ? അങ്ങനെ അപമാനിച്ച നടപടി അന്വേഷിക്കാനാണ് സിൻഡിക്കേറ്റിനെ ചുമതലപ്പെടുത്തിയത്. ആ സിൻഡിക്കേറ്റ് അത് അന്വേഷിക്കേണ്ടതിന് പകരം എന്ത് ചെയ്തു? രജിസ്ട്രാർക്ക് പിന്തുണ നൽകി. അത് ശരിയാണോ എന്നുള്ള മറുചോദ്യം അവിടെ ചോദിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എതിരഭിപ്രായം അവിടെ തുടരുന്നു. പക്ഷേ ഇന്ന് VC മന്ത്രിയെ വീട്ടിലെത്തി കണ്ടിരിക്കുന്നു. അരമണിക്കൂർ നീണ്ടിട്ടുണ്ട് ആ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ചാൻസലർ ആവശ്യപ്പെട്ടുള്ള കൂടിക്കാഴ്ചയാണെന്ന സൂചനകളും വരുന്നുണ്ട്. അതായത് ഗവർണർ ആവശ്യപ്പെടുകയാണ് ഇത് പരിഹരിക്കൂ, ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം. സർക്കാരിനെ സംബന്ധിച്ചായാലും ചാൻസലറിനെ സംബന്ധിച്ചായാലും കേരള യൂണിവേഴ്സിറ്റിയുടെ ഭരണസ്തംഭനം അത് ഒഴിവാക്കുക എന്ന് രണ്ടു കൂട്ടരുടെയും ആവശ്യമാണ്. ആ നിലയിലേക്ക് അത് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ആ കൂടിക്കാഴ്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കൂടിക്കാഴ്ചയിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുക എന്ന ആവശ്യമാണ് മന്ത്രി മുന്നോട്ട് വെച്ചെന്ന് കേൾക്കുന്നു. അതിന്മേൽ അദ്ദേഹം കൃത്യമായ തീരുമാനം പറഞ്ഞിട്ടില്ല എന്നും കേൾക്കുന്നു. ഏതായാലും അരമണിക്കൂർ ചർച്ച കഴിഞ്ഞുള്ള ആ ചർച്ചയ്ക്ക് ശേഷമാണല്ലോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ മന്ത്രി കാണുമ്പോഴും പറയുന്നത് ചർച്ചയ്ക്കുള്ള സാധ്യതകളാണ്, പ്രശ്ന പരിഹാരത്തിനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയുടെ പ്രതികരണത്തെ ഞാൻ ആ രൂപത്തിലാണ് കാണുന്നത്. ഒരു പരിഹാരത്തിലേക്ക് പോകേണ്ട സമയം കടന്നു പോയിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് വീണ്ടും ഈ കാവിക്കൊടിയേന്തിയ ഭാരതാംബ എന്ന വിഷയത്തിൽ ഊന്നി തന്നെ നിൽക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ സർക്കാരിനെതിരായ ഒരു വികാരം ഉണ്ടാക്കുമെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുന്നു. അതിലൊരു രാഷ്ട്രീയ നിലപാടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതൊരു എന്താ പറയുക, സർക്കാർ പരിപാടി ആയിരുന്നില്ല എന്നുള്ള ന്യായങ്ങൾ അപ്പുറത്ത് ഉന്നയിക്കാമല്ലോ. അപ്പോൾ അതിന്മേൽ എന്തിനാണ് ഇത്രയും പിടിവാശി? വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന രൂപത്തിൽ ഇവിടെ VC തന്നെ പറയുകയാണ്, എത്ര വിദ്യാർത്ഥികളാണ് പുറത്തേക്ക് പഠിക്കാൻ പോകുന്നത്? 30% സീറ്റുകൾ വേക്കൻ്റായി ഇവിടെ കിടക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഈ പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളൊക്കെ സാമ്പത്തികമായി നല്ല അവസ്ഥയിലൊന്നുമല്ല, അവർക്ക് കഴിവുണ്ടായിട്ടല്ല, സാമ്പത്തികമായ കഴിവുണ്ടായിട്ടല്ല പുറത്തേക്ക് പോകുന്നത്, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഇത്രയും വേക്കൻ്റായ സീറ്റ് ഉണ്ടായിട്ടും അവിടെ പഠിക്കാൻ വിദ്യാർത്ഥികൾ വരാത്ത സാഹചര്യം ആര് സൃഷ്ടിക്കുന്നു എന്ന ചോദ്യം VC ഇങ്ങോട്ട് എടുത്തിടുകയാണ്. അത് സർക്കാർ നേർക്കാണ് ആ ചോദ്യം വരുന്നത്. അപ്പോൾ സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയത്തിലേക്ക് അവിടെ എത്തുകയാണ്. അപ്പോൾ ഇതിൽ ആത്യന്തികമായി പരിഹാരം വേണം. മുഖ്യമന്ത്രിയും ഒരുപക്ഷേ ചാൻസലറെ, ഗവർണറെ കാണുമെന്നുള്ള സൂചനകളുണ്ട്. ആത്യന്തികമായി നമുക്കറിയാമല്ലോ സർക്കാർ എന്തുകൊണ്ടാണ് പുതിയ ഗവർണർ വന്നപ്പോൾ പല കാര്യങ്ങളും വിട്ടുവീഴ്ചത്. ഭരണപരമായി മുന്നോട്ട് പോകണം, ഭരണസ്തംഭനം എന്നുള്ളത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പ്രായോഗികമായ ചില കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പുറത്ത് രാഷ്ട്രീയ നിലപാടുമുണ്ട്. രാഷ്ട്രീയ നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിലേക്ക് പ്രായോഗികമായ ചില സമീപനങ്ങളിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രജിസ്ട്രാറുടെ കാര്യത്തിൽ പിടിവാശിയുണ്ടോ എന്ന് ചോദിച്ചാൽ പിടിവാശിയുണ്ട്. പക്ഷേ ആത്യന്തികമായി രണ്ടു കൂട്ടരും അല്പം അയയുന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. ഓക്കെ ജിമ്മി, ഇപ്പോൾ അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ സമ്മതം പ്രകടിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അതേസമയം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് 2 മാസം വരെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതിരിക്കാമല്ലോ എന്ന മറുപടിയാണ് VC നൽകുന്നത്. തുടർന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ വിളിക്കാതിരിക്കണം എന്നുള്ള നിയമം ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു അവർ കോടതി പോകട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് നടന്നതിന് ശേഷം അടിയന്തര യോഗം വിളിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ നമുക്ക് വ്യക്തമല്ല. പിടിവാശിയിലാണോ ഇപ്പോഴും VC? പിടിവാശി രണ്ട് കൂട്ടരും ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ എല്ലാ സൂചനകളും ഇപ്പോഴുണ്ട്. വൈസ് ചാൻസലർ സർവകലാശാലയിലേക്ക് വരുമ്പോൾ വൈസ് ചാൻസലറെ തടയും. അത് വൈസ് ചാൻസലറെ തപ്പിയാണ് SFIക്കാർ ആദ്യം കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തുന്നത്. വൈസ് ചാൻസലറെ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് വൈസ് ചാൻസലറുടെ വീട്ടിൽ പോയി മാർച്ച് നടത്തുന്നു. അതിന് VC പറഞ്ഞത് എൻ്റെ ഭാര്യ താമസിക്കുന്ന അതൊരു ആശുപത്രി കെട്ടിടം കൂടിയാണ്, അവിടേക്ക് ഒരു മാർച്ച് നടത്തി. അങ്ങനെ മൊത്തത്തിൽ വൈസ് ചാൻസലർ ഇവിടുന്ന് ഓടുകയാണ്, പലായനമാണ് തൃശ്ശൂരേക്ക്. വന്നാൽ എന്നെ അടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അടിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അവിടെ നിന്ന് വൈസ് ചാൻസലർ തിരിച്ചു വരികയാണ് സർക്കാർ കൊടുത്ത ഉറപ്പിൻ്റെ ഭാഗമായി. അപ്പോൾ സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി, വൈസ് ചാൻസലറും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. എന്ന് മാത്രമല്ല വൈസ് ചാൻസലർ ഇന്ന് മന്ത്രിയെ പോയി കണ്ട് ചർച്ച നടത്തുകയും ചെയ്തു. മിക്കവാറും 1-2 ദിവസത്തിനകം ഈ വിഷയം അവസാനിക്കും എന്നുള്ളതാണ് ശരി. പക്ഷേ ഇത്രയും ദിവസത്തെ ഭരണസ്തംഭനത്തിന് ഉത്തരവാദി ആര് എന്ന് അന്വേഷിക്കാനുള്ളൊരു അവസരമായി ഞാനിതിനെ കാണുകയാണ്. സംഭവബഹുലമായ 3 ആഴ്ചകളാണ് കേരളം കടന്നുപോയത്. അതാദ്യം ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജുകളിലെ വലിയ
ദുരവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഹാരിസുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണുകൊണ്ട് ജൂലൈ 3-ാം തീയതി വേറൊരു വലിയ വിവാദം വരുന്നു. കോട്ടയത്ത് ഒരു സ്ത്രീ മരിക്കുന്നു. അവിടെ നിന്ന് ഇതിൻ്റെ ഒരു രീതി മാറുകയാണ്. ഡോക്ടർ ഹാരിസിനെതിരെ ആരും പടപ്രപാഠം നടത്തിയില്ല. പക്ഷേ മറ്റേത് വലിയ സമരമായി മാറുന്ന സാഹചര്യത്തിൽ നോക്കൂ, നമ്മൾ ആദ്യം കാണുന്നത് ഡിവൈഎഫ്ഐയും അതുപോലെയുള്ള ഇടതുപക്ഷ സംഘടനകളും, പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ പറഞ്ഞത് മന്ത്രിയെക്കെതിരെയാണ് പരിപാടിയെങ്കിൽ അവരൊരു സ്ത്രീയാണ്, അവരൊരു മന്ത്രിയാണ്, ബാക്കിയുള്ളവർക്കും വീടുമുണ്ട്, ഓഫീസുമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വരും മാർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തിയായ ഒരു മുന്നറിയിപ്പ് നടത്തി തെരുവിൽ നേടാനുള്ളൊരു സ്ഥിതിയിലേക്ക് ഈ വിഷയം വഴിതിരിച്ചു വിടാൻ തുടങ്ങുകയായിരുന്നു. അവിടെ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനു മുമ്പും സർക്കാരിനെതിരെ സമരം വരുമ്പോൾ, മന്ത്രിമാർക്കെതിരെ സമരം വരുമ്പോൾ ഡിവൈഎഫ്ഐ ഇതിനു മുമ്പും സമരം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ കരികൊടി കാണിച്ചപ്പോൾ ചെടിച്ചട്ടി ഹെൽമറ്റ് പ്രയോഗം നടത്തിയതാണ് ഈ ഡിവൈഎഫ്ഐ. അങ്ങനെ ഈ സമരത്തിൻ്റെ ഒരു ഗതിയെ തിരിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടും കാര്യങ്ങൾ കയ്യിൽ വരുന്നില്ല, വിഷയം കൈവിട്ട് പോകുന്നു എന്ന അവസരത്തിലാണ് പെട്ടെന്ന് വീണ് കിട്ടുന്ന ഒരു വിവാദമായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് ഹാളിൽ നടന്ന സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബയുടെ പടം വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം. അവിടെ നിയമത്തിനെക്കുറിച്ചുള്ള വലിയ തർക്കങ്ങൾ ഇതിനു മുമ്പ് മാധ്യമങ്ങളിലും നാട്ടിലും ഒക്കെ നടന്നതാണ്. ഇതൊരു സ്വകാര്യ പരിപാടിയാണെന്നും ആ സ്വകാര്യ പരിപാടിയിൽ മതപരമായ ചടങ്ങുകൾക്ക് മാത്രമാണ് സെനറ്റ് ഹാൾ കൊടുക്കുന്നതിന് വിലക്കെന്നുമുള്ളത് വ്യക്തമായ കാര്യമാണ്. അവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയത് അതിനു മുമ്പ് 2 തവണ ആദ്യം CPIയുടെ മന്ത്രി, അത് കഴിഞ്ഞ് വി ശിവൻകുട്ടി, ഈ രണ്ടുപേരും ഗവർണർക്കെതിരെ വലിയ ശക്തമായ നിലപാടെടുത്തു. അതിനുശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ആദ്യത്തെ 2 സംഭവങ്ങളിലും പോട്ടെ, ആദ്യത്തേത് CPI ആണെന്ന് പറയാം, അതിനുശേഷം ശിവൻകുട്ടി വന്ന് ഈ വിഷയത്തിൽ ഗവർണർക്കെതിരെ നിലപാടെടുക്കുമ്പോഴും ഇവിടെ ആരും അങ്ങനെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഈ വിഷയം ഒരു അവസരമാക്കി എടുക്കുകയും കേരളത്തിലുണ്ടായിരുന്ന ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, മന്ത്രി പറഞ്ഞു കുടുങ്ങിയ സിസ്റ്റം എറർ, അതിനുശേഷം കേരളത്തിലെ ഒരുപാട് ആശുപത്രികളിലെ പ്രശ്നങ്ങളെക്കുറിച്ചും സൂചി മുതൽ സ്റ്റെൻറ്റ് വരെയുള്ള കാര്യങ്ങൾക്ക് നാട്ടുകാർ പുറത്തുപോയി വാങ്ങിക്കേണ്ടി വരുന്നു എന്നുള്ള വലിയ കാര്യങ്ങൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്ത് കൊണ്ടുവരുമ്പോഴാണ് കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് ഈ പ്രശ്നമുണ്ടാകുന്നത്. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. കാരണം ഇതൊരു സ്വകാര്യ പരിപാടിയാണെന്നുള്ളത് വ്യക്തമായിരുന്നു. അത് തടഞ്ഞു. ശരി, അതിനകത്ത് വൈസ് ചാൻസലർക്ക് ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നു. സെക്ഷൻ 10(3) അനുസരിച്ച് വൈസ് ചാൻസലർക്ക് അങ്ങനെ നടപടിയെടുക്കാമെന്നും സിൻഡിക്കേറ്റ് സെഷനിലല്ലെങ്കിൽ അത്യാവശ്യമാണെന്ന് വൈസ് ചാൻസലർക്ക് തോന്നുകയാണെങ്കിൽ ഈ നടപടി എടുക്കാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ നിയമവശമാണ്. വേണമെങ്കിൽ കോടതിയിൽ പോയി നമുക്ക് തിരിച്ചാണെന്ന് വാദിക്കാം. പക്ഷേ അതൊക്കെ കോടതിയിൽ പോയി തീർക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ SFI വളരെ ശക്തമായ ഒരു നിലപാടെടുക്കുന്നു, DYFI നിലപാടെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ ശക്തമായ നിലപാടെടുക്കുന്നു. പിന്നെ ഒരു 2-3 ആഴ്ച, ഒരാഴ്ചയെങ്കിലും കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ചയിൽ കൂടുതൽ വളരെ വലിയ സമര പരമ്പരയാണ് നടന്നത്. ഇത് കേരളത്തിലെ വിഷയത്തിൽ നിന്ന്, കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിലെ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ SFIയും അതിനു മുമ്പ് DYFIയും നടത്തിയ ഒരു ശ്രമമായിരുന്നു. അങ്ങനെയാണ് ഈ വിഷയം ഇത്രയും കുളമായത്. വൈസ് ചാൻസലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, ഈ പ്രശ്നം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോയി തെളിയിക്കാം. പക്ഷേ അതിനെന്താണ് ചെയ്തത്? സിൻഡിക്കേറ്റ് നിയുക്ത വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടതിന് ശേഷം യോഗം ചേരുന്നു. അതിനുശേഷം നമ്മുടെ രജിസ്ട്രാറെ തിരിച്ചെടുക്കുന്നതായി പറയുന്നു. അതിനുശേഷം കോടതിയിൽ പോയിട്ട് കൊടുത്ത ഹർജി പിൻവലിക്കുന്നു. കാരണം തലേദിവസം കോടതിയിൽ നിന്ന് കാര്യമായി കേട്ടു, കേസ് തോറ്റുപോയേനെ, അതുകൊണ്ട് പിൻവലിക്കുന്നു. ഇങ്ങനെ ഒരു വശത്ത് കോടതി അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുമ്പോഴും എങ്ങനെയെങ്കിലും ബഹളമുണ്ടാക്കി ഇതൊരു വലിയ വിവാദമായി കത്തി നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. അവിടെ കൊണ്ടും വിഷയം തീർന്നില്ല. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഒരു സ്വകാര്യ പരിപാടിയിൽ RSSൻ്റെയോ സംഘപരിവാറിൻ്റെയോ മറ്റോ സ്വകാര്യ പരിപാടിയിൽ പോയത് ശരിയല്ല എന്ന് പറഞ്ഞ് അവിടെയും SFIയുടെ സമരം നടക്കുന്നു. ഇന്ന് എന്താണ് ഉന്നതവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്? അതൊരു സ്വകാര്യ പരിപാടിയല്ലേ, അവർക്ക് പൊക്കൂടെ, അതിനെന്താ കുഴപ്പമെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല കേരളത്തിലെ SFI ഒക്കെ പറഞ്ഞതും അതിനോട് കൂടെയാണ് ഇടതുപക്ഷം മുഴുവൻ നിന്നതും. അപ്പോൾ വിട്ടുവീഴ്ച 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും എല്ലാവർക്കും വരികയാണ്. കാരണം എന്താ? യൂണിവേഴ്സിറ്റിയിൽ ഭരണസ്തംഭനമാണ്. ഗവർണറെ യൂണിവേഴ്സിറ്റിക്കകത്ത് കയറുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഒപ്പിട്ടിട്ട് കയറിയാൽ മതി എന്ന നിലപാടെടുത്തത് കൊണ്ടാണ് ഭരണസ്തംഭനം ഉണ്ടായത് എന്നും ശരിയാണ്. അപ്പോൾ വിഷയം എങ്ങനെയെങ്കിലും തീർക്കണം. അതുകൊണ്ട് എന്താ ഗുണം? വിഷയം തീർക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ആ രജിസ്ട്രാറുടെ കാര്യത്തിൽ ഒരു മാന്യമായൊരു ഒത്തുതീർപ്പ് മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷ സിൻഡിക്കേറ്റും ഇടതുപക്ഷ സംഘടനകളും ആവശ്യപ്പെടുന്നത്. കാരണം ഈ വിഷയം തീർന്നു. വിഷയം ഏത് തീർന്നു എന്നാണ്? വിഷയം തീർന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള ചർച്ച അവസാനിച്ചു. ഇതിനിടയ്ക്ക് കീം എന്ന് പറയുന്ന എൻട്രൻസ് പരീക്ഷയെക്കുറിച്ചുള്ള വലിയ വിവാദങ്ങളുണ്ടായി. സർക്കാരിൻ്റെ അബദ്ധജടിലമായ തീരുമാനം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വലിയ മനോവിഷമമുണ്ടായി. കുട്ടികളൊക്കെ ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയോ
സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകേണ്ടി വരികയോ ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുളമായേനെ. മാനസികമായി എത്ര പേര് തകർന്നു കാണുമെന്ന് ആർക്കറിയാം. ആ വിഷയങ്ങളൊന്നും വിഷയമല്ലാതായി. SFIക്ക് കീം പരീക്ഷയിൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണ്, അതിന് ഉത്തരവാദി ആരാണെന്നതിനെക്കുറിച്ച് ഒരു വിഷമവുമില്ല. ഇത് ഒരു UDFൻ്റെ കാലത്തായിരുന്നെങ്കിൽ കീം പരീക്ഷ ഇങ്ങനെ കുളവാക്കിയെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അതിൽ സമരമില്ല. കേരളത്തിൽ 66 സർക്കാർ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരിൽ 64 താൽക്കാലികമാണ്. അതൊന്നും വിഷയമല്ല. ഇതാണ് വിഷയം. അത് മാറിപ്പോയി എന്ന് മാത്രമല്ല, നമ്മൾ ഈ വിഷയം മുഴുവൻ തുടങ്ങുന്നത് അരുൺ, നമ്മളത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിൽ ആ ബാത്റൂം ആര് തുറന്നു കൊടുത്തു എന്നായിരുന്നല്ലോ തർക്കം. ബാത്റൂം അടച്ചിട്ടതാണോ, ഇവർ പൊളിച്ചു കയറിയതാണോ, മന്ത്രിയാണോ ഉത്തരവാദി, മന്ത്രി മനഃപൂർവ്വം രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി, ഇതൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോന്നോരോന്നിന് പറഞ്ഞു മന്ത്രിയല്ല ഉത്തരവാദി, മന്ത്രിയാണോ രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട്, അദ്ദേഹം ഒരു വളരെ നല്ല മനുഷ്യനാണ്. ശരി, അവസാനം കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ സ്ത്രീ മരിച്ചത് എങ്ങനെയാണ്, ആരാണ് ഉത്തരവാദി? നമുക്കറിയില്ല ഇപ്പോഴും. വരുന്നു, ഇപ്പോൾ വരുന്നു നടപടി ഒട്ടനെ എടുക്കുമെന്നാണ് പറഞ്ഞത്. നടപടിയില്ല, ഒരു കാര്യവുമില്ല. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും രോഗികൾ സാധനങ്ങൾ പുറത്തുനിന്നാണ് വാങ്ങിച്ച് സർജറി നടത്തുന്നുള്ള കാര്യം വന്നു. നടപടിയുണ്ടായോ? ഇല്ല. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് കെട്ടിടങ്ങൾ തകർച്ചയുടെ വക്കിലാണെന്ന് വന്നു. അതിനെക്കുറിച്ച് നമ്മൾ നടപടിയെടുക്കും, കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ചർച്ചയുണ്ടായോ? ഇല്ല. അങ്ങനെ കഴിഞ്ഞ 3 ആഴ്ചയായി വളരെ വിദഗ്ധമായി കേരളം ചർച്ച ചെയ്യേണ്ട നിർണായകമായ 2 വിഷയങ്ങൾ, അത് കീമിൻ്റെ കാര്യത്തിലെ സർക്കാരിൻ്റെ പിടിപ്പുകേടും സർക്കാരിൻ്റെ ബുദ്ധിശൂന്യമായ ഇടപെടലും, മെഡിക്കൽ കോളേജിലെ ഒരു സ്ത്രീ മരിച്ചതിൻ്റെ വിഷയം, ഇതെല്ലാം കേരളത്തിൽ തമസ്കരിക്കപ്പെട്ടു. അങ്ങനെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഭരണസ്തംഭനം ഉണ്ടായത്. ഇപ്പോൾ ആ വിഷയം എല്ലാവരും മറന്നല്ലോ. പ്രതിപക്ഷവും കൂടെ സഹായിച്ചു കൊടുത്തു. പ്രതിപക്ഷത്തിൽ നിന്നൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയും ഉണ്ടായില്ല. അങ്ങനെ വിഷയം അവസാനിക്കുമ്പോൾ പിടിവാശി, യൂണിവേഴ്സിറ്റിയിലെ വിഷയം എല്ലാം അവസാനിക്കുകയാണ്. ഇവിടെ പിടിവാശി കാണിച്ചത് ഇടതുപക്ഷമാണ്. അത് ചില വിഷയങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയായിരുന്നു. അത് അവസാനിച്ചതുകൊണ്ട് പിടിവാശി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വൈസ് ചാൻസലറും സർക്കാരും ഇടതുപക്ഷവുമെല്ലാം പിടിവാശി അവസാനിപ്പിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എല്ലാവരെ കൊണ്ടും മറന്നു കളയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ശേഷമാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ വിഷയം അവസാനിക്കുന്നത്. വിയോജിപ്പുണ്ട്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. BC-ക്ക് പിടിവാശിയോ എന്നാണ് ചോദ്യം. BC-ക്ക് പിടിവാശിയാണ്. മാത്രവുമല്ല, VC യഥാർത്ഥത്തിൽ കേരള സർവകലാശാലയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എമ്പുരാൻ എന്ന സിനിമയിലെ മുന്ന എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയാണ് എന്നതാണ് എൻ്റെ ടേക്ക്. ആ പിടിവാശി ഗവർണർ തുടങ്ങി വെച്ച ഒരു വലിയ വിവാദത്തിൻ്റെ തുടർച്ചയാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആരിഫ് മുഹമ്മദ് ഖാനുള്ള സമയത്ത് തുടങ്ങിയതാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു VC എന്നുള്ളതാണ്. VC-ക്ക് പിടിവാശിയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ സ്ഥാപിക്കാം. അതിനോടൊപ്പം ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരള സർവകലാശാല അടുത്ത കാലത്ത് നേടിയ നേട്ടങ്ങൾ നമ്മൾ വിസ്മരിക്കരുത്. ആ സർവകലാശാലയുടെ നേട്ടങ്ങളുടെ മേലാണ് ഇപ്പോൾ കടക്കൽ കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് VC. NIRFൻ്റെ റാങ്കിങ്ങിൽ ആകെയുള്ള കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ 300 കോളേജുകൾ എടുത്തു നോക്കിയാൽ 71 അതിൽ ഭൂരിപക്ഷം കോളേജുകളും കേരള സർവകലാശാലയുടെ പരിധിയിൽ വരുന്ന കോളേജുകളാണ്. നമ്പർ 1. നമ്പർ 2, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ മികവുള്ള കുട്ടികൾ അവിടെ പഠിക്കാൻ വരുന്നു എന്നുള്ളത് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന കണക്കാണ്. ദേശീയ ശരാശരി 28.4 ആകുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്ന, അഥവാ +2 കഴിഞ്ഞ് കോളേജുകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എൻറോൾമെൻറ്റ് റേഷ്യോ 41.3 ആണ്. എപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിലുമടക്കം വിവിധ സർവകലാശാലകളിൽ വിവിധ കോഴ്സുകൾക്കുള്ള സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും ദേശീയ ശരാശരിയേക്കാൾ ഏകദേശം 40% ഉയർന്നതാണ് കേരളത്തിൻ്റെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്. ലിംഗ സമത്വ സൂചികയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 1-ാം സ്ഥാനമാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാല കൂടിയാണ് കേരള സർവകലാശാല. NIRFൻ്റെ റാങ്കിങ്ങിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡ് നേടിയാണ് 9ാമത്തെ റാങ്കാണ് പൊതു സർവകലാശാലകളുടെ കണക്കിൽ കേരള സർവകലാശാലയ്ക്കുള്ളത്. അവിടുത്തെ ഗവേഷണ വിഭാഗങ്ങളുടെ മികവ് കൂടി കണക്കിലെടുത്തുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ 88ാം സ്ഥാനമാണ് നമ്മുടെ കേരള സർവകലാശാലയ്ക്കുള്ളത്. നാക്കിൻ്റെ AA+ നേടിയ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല. ഈ കേരള സർവകലാശാലയുടെ നേട്ടങ്ങളൊന്നും മോഹൻ കുന്നുമേൽ കൊണ്ടുവന്നതല്ല, രാജേന്ദ്ര ആർലേക്കർ കൊണ്ടുവന്നതല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ കൊണ്ടുവന്നതല്ല. അവിടെ സർവകലാശാലയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്ത അവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ, അക്കാദമിക് സമൂഹത്തിൻ്റെ മെറിറ്റാണ്. ആ അക്കാദമിക് സമൂഹത്തിൻ്റെ മെറിറ്റിൻ്റെ മുഖത്ത് നോക്കിയാണ് VC യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ടാണ് അതെങ്ങനെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. വി സി എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കളി തുടങ്ങിയത്? എപ്പോഴാണ് തുടങ്ങിയെന്ന് അറിയാമോ? വി സിക്ക് പിടിവാശി തീർന്നിട്ടില്ലെന്ന് പറയാനുള്ള കാരണം ഈ സംഭവങ്ങൾ തുടങ്ങി വെച്ചത് വി സി ആണ് ജിമ്മി. എങ്ങനെയാണ് ഈ ആദ്യം രജിസ്ട്രാറിന് അപേക്ഷ കൊടുക്കുമ്പോൾ ഈ പത്മനാഭ സേവാ സമിതിക്കാർ ആദ്യം രജിസ്ട്രാർക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് റിജക്റ്റ് ചെയ്യുന്നത്? അതിനുശേഷം വീണ്ടും പിൻവാതിലൂടെ വരുന്നു. ആര് വഴി? വി സി വഴി വരുന്നു. ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് രജിസ്ട്രാറായിട്ടും വി സി രജിസ്ട്രാർക്ക് സ്പെഷ്യൽ കുറിപ്പ് കൊടുക്കുകയാണ്, ഇത് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ വിഷയം ഇവരുടെ ഈ സമിതിയെ ഈ പരിപാടി ഇവിടെ നടത്തുന്നതിൽ അക്കാദമിക് താല്പര്യമില്ല എന്നതായിരുന്നു രജിസ്ട്രാറിൻ്റെ നോട്ട്. ഇനി അതല്ലെങ്കിൽ പോലും രജിസ്ട്രാർ അത് നിഷേധിക്കുകയും പിന്നീട് വി സി നിർബന്ധിക്കുകയും വി സിയുടെ കുറിപ്പോടുകൂടിയാണ് രജിസ്ട്രാർ അത് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ ദിവസം ചാൻസലർ ആ സ്ഥലത്ത് വരുന്ന സമയത്ത് വൈസ് ചാൻസലർ ആ സ്ഥലത്ത് വേണ്ടേ? ആ സ്ഥലത്ത് വൈസ് ചാൻസലർ ഉണ്ടായിരുന്നോ? ആ സ്ഥലത്ത് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വൈസ് ചാൻസലർ ആ പരിപാടിയിൽ നിന്ന് മാറി നിന്നു. അതാണ് ഞാൻ മുന്ന എന്ന് പറഞ്ഞത്. ആ പരിപാടിയിൽ സർവകലാശാലയെ ഒറ്റിക്കൊടുത്തു. ഈ പരിപാടി അവിടെ നടത്താതിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമോ? എൻ്റെ ചോദ്യം ഇതാണ് ജിമ്മി, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇവിടെ ഈ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് വി സി ഈ പരിപാടി നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ പ്രതിഷേധം ഉണ്ടാവുമോ? ഈ പ്രതിഷേധത്തിൻ്റെ തുടക്കം അവിടെ നിന്നല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റ് വി സി രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമല്ലേ ഈ പരിപാടി നടത്താൻ അവിടെ അനുവദിക്കണം എന്ന് രജിസ്ട്രാർക്ക്. വി സി കൊടുത്താൽ രജിസ്ട്രാർക്ക് നിഷേധിക്കാൻ പറ്റുമോ? വി സിയുടെ ഉത്തരവിനെ പിന്നീട് റിവോക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അടിയന്തരമായി സിൻഡിക്കേറ്റ് വരണം. ആ ഘട്ടത്തിൽ സിൻഡിക്കേറ്റ് വിളിക്കേണ്ടതാരാ? വി സിയാ. വി സി വിളിക്കില്ല. അപ്പോൾ നിയമപരമായി രജിസ്ട്രാർ ബാധ്യസ്ഥനാവുകയായിരുന്നു. ആ പരിപാടി ചാൻസലർ വരുന്ന പരിപാടിയാണെങ്കിൽ സർവകലാശാലയിൽ ഹോസ്റ്റ് ചെയ്യേണ്ടത് ആരാണ്? അവിടെ സ്വീകരിക്കേണ്ടത് ആരാണ്? അവിടെ വൈസ് ചാൻസലറാണ്. ഗവർണറോ ചാൻസലറോ? സ്വകാര്യ പരിപാടി ആരാണ് പങ്കെടുത്തത്? രാജ്യാന്തര ആർലേഖൻ എന്ന നിലയിലല്ല, സർക്കാരിന്റെ എല്ലാ സ്വകാര്യ ചടങ്ങ് പറയൂ. ഗവർണറുടെ ഒരു സർവകലാശാലയിൽ നടക്കുന്ന സ്വകാര്യ ചടങ്ങ് എന്താ? ചാൻസലർ എന്ന നിലയിൽ സ്വകാര്യ ചടങ്ങാണല്ലോ. സ്വകാര്യ ചടങ്ങ് ആണല്ലോ. അപ്പൊ പിന്നെ എന്തിനാ സസ്പെൻഡ് ചെയ്തത്? കേട്ടില്ല. സ്വകാര്യ ചടങ്ങാണെങ്കിൽ എന്തിനാ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത്? സ്വകാര്യ ചടങ്ങാണെങ്കിലും രജിസ്ട്രാറിന്റെ പദവിയിൽ നിന്നുകൊണ്ട് ചാൻസലർ കേട്ടില്ല. ചാൻസലറാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും നിയമത്തിനകത്ത് ഗവർണർ ചാൻസലർ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നു, ഒരു സ്വകാര്യ ചടങ്ങാണെന്ന് ആലോചിക്കും. ആ സ്വകാര്യ പങ്കെടുക്കുമ്പോൾ ഈ പറയുന്ന വൈസ് ചാൻസലർ വരണം എന്നുണ്ടോ? ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ ബന്ധുവീട്ടിൽ പോയി പരിപാടി നടത്തി. എന്തിനാ വൈസ് ചാൻസലർ പോകുന്നത്? സർവകലാശാല ആസ്ഥാനത്ത് ചാൻസലറായ ഒരാൾ ഒരു പരിപാടിക്ക് എത്തുന്ന സമയത്ത് പ്രോട്ടോകോൾ പ്രകാരം അവിടെ നിലവിൽ വൈസ് ചാൻസലർ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ വൈസ് ചാൻസലർ ഏത് വകുപ്പ് പ്രകാരമാണ് സർവകലാശാല സെനറ്റ് അല്ല ഞാനൊരു വരി പറഞ്ഞോട്ടെ. സർവകലാശാല സിൻഡിക്കേറ്റ് ഹാള് വാടകയ്ക്ക് കൊടുത്തൊരു സ്വകാര്യ പരിപാടി നടക്കുമ്പോൾ അവിടെ ചാൻസലർ വരുമ്പോൾ വൈസ് ചാൻസലർ വരണം എന്നുള്ളതിന്റെ സെക്ഷൻ പറഞ്ഞാൽ മതി. വന്നത് ഔദ്യോഗികമായിട്ടല്ല എന്ന് പറഞ്ഞല്ലോ. ചാൻസലർ വന്നത് ഔദ്യോഗികമായിട്ടാണോ അല്ലയോ അത് പറയും ജിമ്മി. ഔദ്യോഗിക ചടങ്ങല്ല. അല്ല, വന്നത് ഔദ്യോഗികമായിട്ടാണോ അല്ലയോ? അതായത് സ്വകാര്യ ചടങ്ങാണ് ചാൻസലർ സ്വകാര്യ ചടങ്ങാണ് ചാൻസലറാണ് വന്നത്. ആ സ്വകാര്യ ചടങ്ങിൽ എങ്ങനെ ചാൻസലർ വരിക? എന്താ സ്വകാര്യ ചടങ്ങിൽ എങ്ങനെ ചാൻസലർ വരാൻ പറ്റുക? ചാൻസലർക്ക് എന്ത് സ്വകാര്യ ചടങ്ങ്? ഒരു സ്വകാര്യ ചടങ്ങാണെന്ന് യൂണിവേഴ്സിറ്റി പരിപാടിയല്ല. ചടങ്ങാണെങ്കിലും ഗവർണർ ചാൻസലർ എന്നുള്ള പദവി വകുപ്പൊന്ന് കാണിച്ചു. ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലയിലേക്ക് വന്നതാണോ? രാജേന്ദ്ര ആർലേക്കറായി സർവകലാശാലയിലേക്ക് വന്നതാണോ? ചാൻസലറും ഗവർണറും എന്റെ ഉത്തരം ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ആ സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ ഒരു സ്വകാര്യ പരിപാടിക്ക് വന്നാൽ, ഞാൻ എന്റെ ചോദ്യം കഴിഞ്ഞില്ല, വന്നാൽ വൈസ് ചാൻസലർ അവിടെ വരണം എന്നുള്ളത് ഏത് വകുപ്പിൽ? അവിടെയാണ് പ്രശ്നം. ഈ ആർഗ്യുമെന്റ് തന്നെ കോൺട്രഡിക്ടറി അല്ല. ചാൻസലർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് സ്വകാര്യ ചടങ്ങ് അത് പറയും? ചാൻസലർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിലല്ല പങ്കെടുക്കുന്നത്. അല്ല, എന്റെ ചോദ്യം കേൾക്കൂ. മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ചടങ്ങിന് പോകുന്നു. അവിടെ വെച്ച് ആ ചടങ്ങിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറി. സ്വകാര്യ ചടങ്ങിലൊന്നും മുഖ്യമന്ത്രി ഗവർണറൊന്നും പങ്കെടുക്കില്ല. അവർ ആ കുപ്പായ ഉരുവെച്ചിട്ടാണോ പോണേ? സർവകലാശാലയിൽ വരുന്നത് ഗവർണറായിട്ടാണോ ചാൻസലറായിട്ടാണോ രാജേന്ദ്ര ആർലേക്കറായിട്ടാണോ? ഇത് സർവകലാശാലയുടെ ചടങ്ങല്ല. എന്റെ തിരിച്ചുള്ള ചോദ്യമാണ്. എന്റെ തിരിച്ചുള്ള ചോദ്യമാണ്. മുഖ്യമന്ത്രി ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രിയാണ് ക്ഷണിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ടാണ് വരുന്നത്.
അവിടെ വെച്ച് ഒരു പോലീസുകാരൻ ആ പരിപാടി കുളമാക്കി അല്ലല്ല. എന്ന് വിചാരിച്ചു. ഞാൻ പറയട്ടെ പോലീസുകാരൻ ആ ചടങ്ങ് കുളമാക്കി. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സമയത്ത് പോലീസുകാരൻ അങ്ങനെ മോശമായ ഒരു കാര്യം ചെയ്താൽ ആ പോലീസുകാരനെതിരെ അതിന്റെ പേര് നടപടി ഉണ്ടാവും. 100%. പക്ഷെ ഇവിടുത്തെ കാര്യം എന്താ? സർവകലാശാല, ആ സർവകലാശാല കേക്കൂ ഞാൻ പറഞ്ഞു കേൾക്കും. സർവകലാശാല എന്ന് പറയുന്നത് സർവകലാശാലയുടെ സെനറ്റ് ഹാളാണ്. ആയിക്കോട്ടെ, ആ സർവകലാശാല സെനറ്റ് ഹാളിൽ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുത്തത് ചാൻസലർ എന്ന നിലയിലാണോ ഗവർണർ എന്ന നിലയിലാണോ രാജേന്ദ്ര ആർലേക്കർ ആയിട്ടാണോ? അതിന് ഉത്തരം പറയും. പറഞ്ഞല്ലോ, ചാൻസലർ എന്ന നിലയിലാണല്ലോ. അദ്ദേഹത്തിന്റെ പദവി അദ്ദേഹം ഗവർണറാണ്, അദ്ദേഹം ചാൻസലറാണ്. എവിടെ പോയാലും അങ്ങനെ തന്നെ. ഒരു നിമിഷം, എവിടെ പോയാലും അങ്ങനെയല്ല. ഞാൻ പറയാം, ഗവർണർ, നിങ്ങളൊരു സ്വകാര്യ ചടങ്ങിന് പോയാൽ അവിടെ ചാൻസലർ അല്ല ഗവർണറായ ഒരാളായിട്ടോ രാജേന്ദ്ര ആർലേക്കറായിട്ടാണോ പോവുക. ഉദാഹരണത്തിന് ചാൻസലർ എന്നുള്ളത് നമ്മുടെ സർവകലാശാലയിൽ, കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് പുള്ളി ചാൻസലർ ആയിരിക്കുന്നത്. ആ ചാൻസലർ പദവി നാളെ ഗവർണർ അല്ലെങ്കിൽ നാളെ ചാൻസലർ അല്ല ഗവർണർ. അപ്പോൾ നിലവിൽ അയാൾ വന്നിരിക്കുന്നത് ചാൻസലർ ആയിട്ടാണെങ്കിൽ മാത്രമേ, അതായത് ഗവർണർ വന്നിരിക്കുന്നത് ചാൻസലർ ആയിട്ടാണെങ്കിൽ മാത്രമേ ചാൻസലറായി വന്ന ഗവർണറുടെ കാര്യത്തിൽ ഈ പറയുന്ന നിലപാട്, ഈ രാജേന്ദ്ര ആർലേക്കറിനെതിരെ നിലപാട് നിലനിൽക്കൂ. ഒറ്റ കാര്യം ആർലേക്കർ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ ഇതാ ഇപ്പൊ ഗവർണറായിട്ട് പുറത്തു പോകുന്നത്, അതിൽ ഞാൻ ചാൻസലർ അല്ല കേട്ടോ, അടുത്ത ഞാൻ ചാൻസലർ ആയിട്ടാണ് പുറത്തു പോകുന്നത്, ഗവർണർ ആയിട്ടല്ല കേട്ടോ, ഞാനിത് ആർലേക്കർ ആയിട്ടാണ് പോകുന്നത്, ഈ കുപ്പായൊക്കെ കഴിച്ചു വെച്ചിട്ട് പറഞ്ഞിട്ടാണ് പോവുക. ഒരു നിമിഷം. നിലവിൽ ചാൻസലർ ആയിട്ടല്ല വന്നതെങ്കിൽ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? ചാൻസലർ ആയിട്ടല്ല വന്നതെങ്കിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ചാൻസലറായിട്ട് നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഴയ ഉദാഹരണം പറയുന്നത്. ചാൻസലറായിട്ട് അയാൾ ഒരു പരിപാടിക്ക് വരുന്നു. ആ പരിപാടി ഇനിയിപ്പം നിങ്ങൾ സെനറ്റ് ഹാൾ വിടും. സെനറ്റ് ഹാൾ അല്ല, ഞാൻ പറയുന്നത് രജിസ്ട്രാർ വേറൊരു സ്ഥലത്താണ്, അവിടെ ഈ പരിപാടി കുളമാക്കി. അത് ചാൻസലറാണ്. ചാൻസലറോട് മോശമായി പെരുമാറിയെങ്കിൽ അതിന് പ്രശ്നമുണ്ടെന്നേ. നിങ്ങൾ അല്ല, താങ്കൾ പറഞ്ഞത് അല്ലല്ല, അരുൺ പറഞ്ഞതിനകത്തൊരു പ്രശ്നമുണ്ട്. അരുൺ പറഞ്ഞത് ഒരു നിമിഷം സർ, നമ്മൾ അനാവശ്യമായി പറഞ്ഞ സമയം കളയരുത്. ചാൻസലർ എന്ന നിലയിലാണ്, അല്ല, ചാൻസലർ ആണ് അവിടെ വരുന്നതെങ്കിൽ വൈസ് ചാൻസലർ ആണ് അദ്ദേഹത്തെ ഹോസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് അവിടുത്തെ പ്രോട്ടോകോൾ രീതി. അവിടെ ചാൻസലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രോ വൈസ് ചാൻസലർ, അതല്ലെങ്കിൽ ഇനി അതുമല്ലെങ്കിൽ ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി വകുപ്പ് ഉണ്ടെങ്കിൽ പ്രോ വൈസ് ചാൻസലർ. ഇതാണ് അതിന്റെ പ്രോട്ടോകോൾ രീതി. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ചാൻസലർ എന്ന നിലയിലാണോ വന്നത്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ചാൻസലർ നിലയിലാണോ വന്നത്? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, മുഖ്യമന്ത്രിയോ ചങ്കോലയുള്ള എന്താ വീണ്ടും പറഞ്ഞത്, മുഖ്യമന്ത്രിയോ ആരായാലും അവിടെ വന്ന അങ്ങനല്ല. ഒരു കാര്യം കൂടി പറയാം. ഇനി ഇദ്ദേഹം ചാൻസലർ അല്ലാത്തൊരു സ്ഥലത്ത് പോയി എന്ന് കരുതുക, അവിടെ അദ്ദേഹം ഗവർണറായിട്ടാണ് വരിക, ആണല്ലോ, ഗവർണറായിട്ടാണ് വരിക. അവിടെ രജിസ്ട്രാർക്കോ വൈസ് ചാൻസലർക്കോ അവിടെ റോളില്ല. മനസ്സിലായോ? അതാണ് അദ്ദേഹത്തിന്റെ രീതി. ഇനി അവിടെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി പങ്കെടുത്താൽ പ്രോട്ടോകോൾ പ്രകാരം അവിടെ പങ്കെടുക്കേണ്ട ആളുകളുടെ ലിസ്റ്റുകളുണ്ട്. ഗവർണറുടെ പരിപാടിയാണ്, അത് കൃത്യമായി പ്രോഗ്രാമാണ്. അപ്പോൾ അതാണ് എന്റെ ചോദ്യം. ചാൻസലറുടെ നിലയിലാണെങ്കിൽ അതിന്റെ പ്രോട്ടോകോൾ പാലിക്കപ്പെടണം. അതവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ വന്നിരിക്കുന്നത് ഗവർണറായിട്ടോ അല്ല, ചാൻസലർ വന്നേക്കുന്ന ആരെന്നറിയോ? അവിടെ വന്നേക്കുന്നത് വിശ്വനാഥ് ആർലേക്കറാണ്. അങ്ങനല്ല, അത് തെളിഞ്ഞ സ്ഥിതിക്ക് അത് തെളിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. മുഖ്യമന്ത്രി ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നു, അവിടെ പോലീസ് വരുമല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. മുഖ്യമന്ത്രി ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നു വിചാരിക്കുക, പോലീസ് അവിടെ കാണും. ചിലപ്പോ പോലീസ് ഇല്ലെന്ന് തന്നെ വിചാരിച്ചു. പോലീസുകാരൻ അവിടെ വന്ന് അലമ്പുണ്ടാക്കിയ, പ്രശ്നം ഉണ്ടാക്കിയാൽ പോലീസുകാരൻ നടപടി. അങ്ങനെയല്ലല്ലോ ഇത്. ഒരു സെക്കൻഡ്. എന്ന് മാത്രമല്ല ഒരു പ്രശ്നമുണ്ട്. ഇത് അക്കാഡമിക് കാര്യങ്ങൾ വ്യക്തമായല്ലോ. കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. എന്റെ ഒരു ചാൻസലർ എന്ന നിലയിലാണോ വന്നത് എന്ന എന്റെ ഒറ്റ ചോദ്യത്തിന് ജിമ്മി എന്താ ഉത്തരം പറയാതെ? ചാൻസലർ ആണ് വന്നത്. ആണെങ്കിൽ വൈസ് ചാൻസലർ അവിടെ വേണം. വൈസ് ചാൻസലർ വരണമെങ്കിൽ അതൊരു ഔദ്യോഗിക പരിപാടിയാവണം. ഔദ്യോഗിക പരിപാടിയിൽ മാത്രമല്ല സർ ചാൻസലർ പോകുന്നത്. രാജേന്ദ്ര ആർലേക്കർ എന്ന ഗവർണർ, രാജേന്ദ്ര ആർലേക്കർ അങ്ങനെ പറയരുത്. ഞാൻ തിരിച്ചു ചോദിക്കാണ്. ഒരു പരിപാടി കേരള യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആണല്ലോ, തർക്കമൊന്നുമില്ലല്ലോ. കേരള യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ അവിടെ നടക്കുന്ന ഒരു സ്വകാര്യ പരിപാടിയാണ്, സ്വകാര്യ ഹാളാണ്. അവിടെ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ മൊത്തം കാര്യങ്ങൾ നോക്കുന്ന ആളാണല്ലോ രജിസ്ട്രാർ.
അയാൾക്ക് അത് അവിടെ മര്യാദയ്ക്ക് നടത്തേണ്ട ഒരു യുക്തിയുണ്ട്. ഇനി എന്തിനാണ് ഒരു മിനിറ്റ് എന്താണ് അത് എന്ത് യുക്തി? ആ പരിപാടി അത് എന്ത് യുക്തി? ആ അല്ലല്ല, ഒരു മിനിറ്റ്. അല്ലല്ല, സാർ ഒരു സെക്കൻഡ്. അല്ല, താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, ഈ എന്റെ വാദത്തെ താങ്കൾ ഖണ്ഡിക്കാൻ ശ്രമിച്ചത് ചാൻസലർ എന്ന നിലയിലല്ല എന്നാണെന്നാണ് ഞാൻ കരുതിയത്. താങ്കൾ ഇപ്പോഴും പറയുന്നു ചാൻസലർ എന്ന നിലയിലാണ് വന്നത്. ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കേണ്ട പരിപാടിയാണോ അവിടെ നടന്നത്? ഒറ്റ ചോദ്യം. അല്ല, പിന്നെ ചാൻസലർ എന്തിനാ വരുന്നത്? അതാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. ചാൻസലറായ രണ്ടും പറയുന്നു. ഇത് രണ്ടുമാണെന്ന്. ഇത് രണ്ടും ആയതുകൊണ്ടാണ്. എങ്ങനെ? ഇത് രണ്ടും ആയതുകൊണ്ടാണ്. ഇത് രണ്ടും ആയതുകൊണ്ടാണ്. ഇത് എന്ത് പറയുന്നത്? അവിടെയാണ് പ്രശ്നം. അത് ശരി. അതാണ് നിങ്ങൾക്ക് സൗകര്യം ഉള്ളപ്പോൾ ചാൻസലർ ആവും. എപ്പോ ഈ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യുമ്പോൾ അല്ല, ചാൻസലർ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഒരു സംശയം. അപ്പൊ ഈ രാജേന്ദ്ര ആൾക്കാർ പുറത്ത് ചായ കുടിക്കാൻ പോയി. അപ്പൊ ഇത് ആരാ? ഗവർണർ ഗവർണറാണ്. അല്ലല്ല, ഒരു സെക്കൻഡ്. അരുൺ സാറേ, ഒറ്റ സെക്കൻഡ്. എന്റെ സമയം. ഈ രാജേന്ദ്ര ആർലക്കർ ഗവർണർ എന്നുള്ള നിലയ്ക്ക് അവിടെ വരികയാണെന്ന് വെക്കുക. അവിടെ വരികയാണെങ്കിൽ വെക്കുന്ന സമയത്ത് അവിടെ സെനറ്റ് ഹാളിന്റെ അധികാരി എന്ന് പറയുന്ന ആരാണ്? ഈ പറയുന്ന പിന്നെ രജിസ്ട്രാറാണ്. അദ്ദേഹത്തിന് അവിടെ എന്ത് നിലപാടും എടുക്കാം. അദ്ദേഹത്താണ് അതിൻ്റെ അതോറിറ്റി. അദ്ദേഹം ആ പരിപാടി അവിടെ നടത്തണ്ട എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ആ പറഞ്ഞ രജിസ്ട്രാർക്കുണ്ട്. ആ പരിപാടിൻ്റെ ഒരു മിനിറ്റ്, ആ ഹോളിന്റെ അധികാരി എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. ആ നിലപാടെടുത്തതിനാണല്ലോ ഈ അനുവാദം കൊടുത്തതിന് ശേഷം ആര് പറഞ്ഞാലും അനുവാദം കൊടുത്തല്ലോ. പറ്റില്ല. സ്വകാര്യ ചടങ്ങിൽ അതൊരു പ്രശ്നമല്ല. സ്വകാര്യ ചടങ്ങ് ഇതും കൂടെ എന്നിട്ട് വി സി ഇന്ന് പറഞ്ഞതെന്താ? വി സി ഞാൻ സിൻഡിക്കേറ്റിനോട് നടപടി എടുക്കാൻ പറഞ്ഞു. അവരെടുത്തില്ല എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് നടപടി എടുക്കാൻ കാര്യമില്ല എന്ന് കണ്ടെത്തി. അപ്പൊ വി സി എന്ന് പറയാൻ നടപടിയൊക്കെ എടുത്ത് സിൻഡിക്കേറ്റ് നടപടി എടുത്തോ? അപ്പൊ ഇത്രേ ഉള്ളൂ. അല്ല, ഒരു നിമിഷം. ഇന്ന് വി സി പറഞ്ഞെന്താ? സിൻഡിക്കേറ്റോട് നടപടി എടുക്കാൻ പറഞ്ഞു. സിൻഡിക്കേറ്റ് നടപടി എടുത്തോ? വി സി എന്നെ സസ്പെൻഡ് ചെയ്യാണ്. നടപടി എടുത്തത് വി സി ആണ്. ആദ്യത്തെ ആർഗ്യുമെന്റ് ഇതാണ്. ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കേണ്ട ഒരു പരിപാടിയല്ല അവിടെ നടന്നത് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായി. ജിമ്മിക്കും അത് മനസ്സിലായി. എനിക്ക് മനസ്സിലായിട്ടില്ല, പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല. ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കേണ്ട പരിപാടിയാണോ അത്? ചാൻസലർ, ഞാൻ പറഞ്ഞില്ലേ, ചാൻസലർ എന്ന് പറയുന്ന വ്യക്തി അവിടെ ചെല്ലുമ്പോൾ ആ മനുഷ്യനോട് കാണിക്കേണ്ട മിനിമം മര്യാദ ഗവർണർ ആറിലേക്കർ ചായ കുടിക്കാൻ ആരാ? വെറും ആറിലേക്കറാണോ? സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് ചാൻസലർ ആയിട്ടാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്: ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കേണ്ട പരിപാടിയാണോ അത്? അത് അദ്ദേഹമല്ലേ പത്മനാഭ സേവാ സമിതിയുടെ നോട്ടീസ് ഉണ്ട്. നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗവർണറായ രാജേന്ദ്ര ആർലേക്കർ, ചാൻസലറായ രാജേന്ദ്ര ആർലേക്കർ. ഞാൻ പറഞ്ഞു നിങ്ങളെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവർണർ എന്ന നിലയിൽ പങ്കെടുക്കേണ്ട പരിപാടികളുണ്ട്, ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കേണ്ട പരിപാടിയുണ്ട്. ഇനി രാജേന്ദ്ര ആർലേക്കറിന് വ്യക്തിപരമായിട്ട് പങ്കെടുക്കേണ്ട പരിപാടിയും ഉണ്ടാവും. ഈ പരിപാടിയിൽ അവർ വിളിച്ചിരിക്കുന്നത് കേരളത്തിലെ ഗവർണർ വന്ന് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നു. ചാൻസലർ എന്നല്ല, അവിടെ ഗവർണർ എന്ന നിലയിലാണ്. ആണല്ലോ. അങ്ങനെ ഗവർണർ എന്ന നിലയിൽ അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് താങ്കൾ പറഞ്ഞ പോലെ സ്വകാര്യ പരിപാടിയാകുമ്പോൾ നിയമലംഘനമുണ്ടെന്ന് തോന്നിയാൽ ആർക്ക് തോന്നണം? അവിടെയുള്ള സ്ഥാപനത്തിലെ ഉടമയ്ക്ക്, അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ആൾക്ക്, രജിസ്ട്രാർക്ക് തോന്നിയാൽ അത് തടയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം. ഇനി സ്റ്റാറ്റ്യൂട്ടുണ്ട്. എന്താ? മതപരമോ രാഷ്ട്രീയ കക്ഷികളുടേതോ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല. മതപരമോ രാഷ്ട്രീയമോ ആയ വിഷയങ്ങളിൽ അവിടെ സെനറ്റ് ഹാൾ കൊടുക്കാൻ പാടില്ല. ഇനി മതപരമല്ല എന്ന് നമുക്ക് തർക്കിക്കാം. എപ്പോൾ തർക്കിക്കാം? അത് ആദ്യം ആരാ ആക്ഷൻ എടുക്കേണ്ടത്? മറ്റേതു കാരണങ്ങളാലും ഇവിടെ പരിപാടി നടത്തുന്നത് പിൻവലിക്കാനുള്ള അവകാശം, ഈ അനുമതി പിൻവലിക്കാനുള്ള അവകാശം രജിസ്ട്രാർക്കുണ്ട്. ഇത് ചട്ടമാണ്, എഴുതി ഒപ്പിട്ടിരിക്കുന്ന ചട്ടമാണ്. അതാണ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചത്. കേൾക്കൂ, അത് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായി വിളിച്ചിട്ട് ഗവർണറുടെ ഓഫീസിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല.
അവസാനം വളരെ കൃത്യമായി അങ്ങനെയൊന്നുമല്ല, ലാൻഡ് ചെയ്യുന്നു. ഒരു നിമിഷം അവിടെ കൃത്യമായി പറഞ്ഞോളൂ. ലാൻഡ് ചെയ്യുന്നു. ആ ഞാൻ നിമിഷം അവസാനം മുഴുവൻ പറഞ്ഞോളാം. ആ സംഭവം എല്ലാം നടന്നത് അങ്ങനെയാ. അതിന് തിരക്കഥ ഞാൻ നടന്നത് അവസാനം അങ്ങനെയാ. അവിടെ പരിപാടി 5:30 പരിപാടിക്ക് 4 മണിക്കല്ല ക്യാൻസൽ ചെയ്യുന്നു. കേൾക്കൂ അവിടെ പരിപാടി നടത്താൻ വരുമ്പോൾ ഭാരതാംബയുടെ ചിത്രം കാണുന്ന സമയത്താണ് അത് 5:30 മണിക്ക് പരിപാടി 4:30ക്കാണ് ഭാരതം ഭാരതമേ പ്രശ്നം ഭാരതാംബയ്ക്ക് പ്രശ്നമില്ല. ഭാരതാംബയ്ക്ക് പ്രശ്നമുണ്ട് ജിമ്മി. എന്താണ് പ്രശ്നം? ഒന്ന്, അത് ഇന്ത്യയുടെ ഭൂപടമല്ല. ഇന്ത്യയുടെ ഭൂപടം അത് സ്വകാര്യ ചടങ്ങാണ് സാർ. സ്വകാര്യ ചടങ്ങിൽ അങ്ങനെ സർവകലാശാല വെച്ച് കളിക്കാൻ സർവകലാശാലയിൽ മതപരമായ അല്ല. അതുകൊണ്ട് എന്താ കാര്യം? എന്താ മതപരമായ ഭാരതാംബ മതമാണോ? ഭാരതാംബ എവിടെ നിന്ന് വന്ന ഭാരതാംബയാ? ഈ ഭാരതാംബ രാഷ്ട്രീയമായി RSS ഉപയോഗിക്കുന്നതാണോ? മതപരമല്ലേ? കേട്ടില്ല. RSS മതപരമല്ലേ? അല്ല ഇത് രാഷ്ട്രീയമാണ്. RSS ഒരു രാഷ്ട്രീയ സംഘടനയാണ്. സംഘടനയല്ല. മതപരമായ ദേശീയവാദം പ്രോത്സാഹിപ്പിക്കുന്ന സാംസ്കാരിക ദേശീയവാദം രാഷ്ട്രീയ സംഘടനയല്ല. മതസംഘടനയാണ് RSS. മതസംഘടനയോ? അത് ശരി. RSS രാഷ്ട്രീയ സംഘടനയാണ്. എന്റെ പൊന്നു സാറേ ഹിന്ദുസവും ഹിന്ദുത്വവും രണ്ടാണ്. ദയവേത് മനസ്സിലാക്കണം. ഹിന്ദുസം മതമാണ്, ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. അത് ബേസിക്സ് ആണ്. വീണ്ടും തർക്കിച്ച സമയങ്ങൾ വേണ്ട, താങ്കൾ പറഞ്ഞോളൂ. നിലവിൽ അപ്പോൾ 2 ആർഗ്യുമെന്റ് ആണ്. ഒന്ന്, അവിടെ ഗവർണർ എന്ന നിലയിൽ പങ്കെടുക്കുന്നു, അവിടെ അനാവശ്യമായ ഒരു വിഷയം ഉണ്ടാക്കുന്നു. അതിന് തുടക്കം കുറിക്കുന്നത് ഈ പറയുന്ന മോഹൻ കുന്നുമലാണ്. അത് നമ്പർ 1. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എന്ത് പേരിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? സസ്പെൻഡ് ചെയ്യാനുള്ള ചട്ടമുണ്ട്, ശരിയാണ്. 10(3) പ്രകാരം ഈ നിലവിൽ സിൻഡിക്കേറ്റ് യോഗം കൂടാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാം. സസ്പെൻഡ് ചെയ്താൽ ആ വിവരം സിൻഡിക്കേറ്റ് കൂടുന്ന സമയത്ത് അത് റിവോക്ക് ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ്. നിയമനാധികാരി സിൻഡിക്കേറ്റായ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഹർജി പിൻവലിച്ചതെന്ന് ജിമ്മി കരുതുന്നത്? ഹർജി പിൻവലിച്ചതിൻ്റെ കാരണം ഈ സിൻഡിക്കേറ്റ് സ്പെഷ്യൽ സിൻഡിക്കേറ്റ് കൂടാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആ ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ സിൻഡിക്കേറ്റ് കൂടി. സിസ തോമസ് എന്തിനാ സ്പെഷ്യൽ സിൻഡിക്കേറ്റ് കൂടിയത്? ഞായറാഴ്ച സാമ്പത്തിക കാര്യം ചർച്ച ചെയ്യാനാണോ? അക്കാദമിക് കാര്യം ചർച്ച ചെയ്യാനാണോ? ഹൈക്കോടതിയിൽ വന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ വന്ന കേസിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ സിൻഡിക്കേറ്റ്. സിസ തോമസ് ചെയർ ചെയ്യുന്നു. അജണ്ടയിൽ എന്താ വിഷയം ഉൾപ്പെടുത്താൻ സിസ തോമസിന് പറ്റാത്തത്? സിസ തോമസിന്റെ ഡിസ്ക്രിപ്ഷൻ അധികാരമാണ്. എന്തിനാ സിൻഡിക്കേറ്റ് കൂടിയത്? സ്പെഷ്യൽ സിൻഡിക്കേറ്റ് അജണ്ട എന്തായിരുന്നു? ആ സ്പെഷ്യൽ സിൻഡിക്കേറ്റിന്റെ കാരണം എന്താ? സിൻഡിക്കേറ്റിന്റെ അജണ്ട എന്താ തീരുമാനിക്കുന്നേ? എന്റെ പൊന്നു സാറേ, അതാണ് നിയമം. ഇതാണ് നിയമം. ആ നിയമം പറഞ്ഞുതരാം. അപ്പോൾ നിലവിൽ VC അവിടെ വരുന്നു. ഹൈക്കോടതിയിൽ കേസ് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ സിൻഡിക്കേറ്റ് കൂടുന്നു. ആ സ്പെഷ്യൽ സിൻഡിക്കേറ്റ് കൂടുന്നത് വേറെ ഒരു കാര്യം ചർച്ച ചെയ്യാനല്ലോ, ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണല്ലോ. അല്ലല്ല, കൃത്യമായിട്ട് പറ. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിൽ എന്താണ് അഫിഡവിറ്റ് എന്നത് ചർച്ച ചെയ്യാനാണ് യോഗം. അജണ്ടയിലുണ്ടോ? കേട്ടില്ല, അതാണ് അജണ്ട. അത് അജണ്ടയിൽ ഇല്ല. പിന്നെന്താണ്? ആ അജണ്ടയിൽ വരുന്ന സമയത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു സത്യം കേൾക്കൂ. അത് ചർച്ച ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാറുടെ വിഷയം ഈ സിൻഡിക്കേറ്റ് റദ്ദു ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു എന്നുള്ളത് പ്രമേയം വരണമെന്ന് പറയുന്നു. എന്നുള്ളത് നിലവിൽ സെക്ഷൻ പ്രകാരം 10(3) പ്രകാരം നിങ്ങൾ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെ തിരിച്ചെടുക്കുന്നു, അഥവാ അത് റദ്ദു ചെയ്തുകൊണ്ട് സിൻഡിക്കേറ്റ് തീരുമാനം പാസ്സാക്കണമെന്ന് പറയുന്നു. VC എഴുന്നേറ്റ് പോകുന്നു. എങ്ങനെയാണോ സസ്പെൻഡ് ചെയ്തത്? സസ്പെൻഡ് ചെയ്തതിന്റെ ക്ലോസാണ് ഞാൻ ഈ പറഞ്ഞത്. സസ്പെൻഡ് ചെയ്തത് പ്രകാരമുള്ള രജിസ്ട്രാറെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സിൻഡിക്കേറ്റ് ആവശ്യപ്പെടുന്നു. VC പോകുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, VC പോയാൽ സ്പെഷ്യൽ സെഷൻ നടക്കുമോ? അതാണ് ചോദ്യം. ജിമ്മിക്ക് എന്താ തോന്നുന്നത്? നടക്കില്ല. നടക്കും. ഞാൻ പറഞ്ഞുതരാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് എന്ന് പറയുന്നത്. നിലവിൽ 2/8/2012 കേരള സർവകലാശാലയിൽ ചാപ്റ്റർ 612 പ്രകാരം, സ്റ്റാറ്റ്യൂട്ട് ചാപ്റ്റർ 612 പ്രകാരം ഡോക്ടർ ജോളി ജേക്കബ് അധ്യക്ഷത വഹിച്ചിട്ടുണ്ട്. എപ്പോഴാണ് അധ്യക്ഷത വഹിച്ചത്? VCയും VCയും അവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ചെയറിനെ കൊണ്ടുവന്ന് നടത്തിയിട്ടുണ്ട്. ഇത് എവിടെ റേറ്റിഫൈ ചെയ്തിട്ടുണ്ട്? 23/8/2012 സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ സെക്ഷൻ പ്രകാരം ജോളി ജേക്കബിനെ താൽക്കാലിക ചെയർപേഴ്സണായി സിൻഡിക്കേറ്റ് തീരുമാനിക്കാം. അങ്ങനെ ചെയർപേഴ്സണെ തീരുമാനിച്ച് സിൻഡിക്കേറ്റ് മിനിറ്റ്സ് നടത്താം. അങ്ങനെ നടത്തിയ സിൻഡിക്കേറ്റാണ് ഇവിടെ സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്നത്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതിനകത്തൊരു പ്രശ്നമുണ്ട്. നമ്മുടെ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്.
സ്റ്റാറ്റ്യൂട്ട് അറിയാത്തോണ്ടാ? സ്റ്റാറ്റ്യൂട്ട് ആര് വായിക്കും? സ്റ്റാറ്റ്യൂട്ട് വായിച്ചിട്ടാ പറയുന്നത്. എന്ത് പറയൂ? എന്താ പറയുന്നത്? വൈസ് ചാൻസലർ ഷെയർ ചെയ്യ വൈസ് ചാൻസലറിന്റെ അഭാവത്തിൽ, വൈസ് ചാൻസലറുടെ അഭാവത്തിലാണ്. വൈസ് ചാൻസലർ ഉണ്ട് സാർ. വൈസ് ചാൻസലർ ഒരു അജണ്ട വെച്ചു, ആ തീരുമാനം കഴിഞ്ഞു, വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടു. അങ്ങനെ തന്നെയാണ്. വൈസ് ചാൻസലർ ഇല്ലാത്തപ്പോഴാണ് പ്രോ വൈസ് ചാൻസലർ ഞാനൊന്ന് പറഞ്ഞു കേൾക്കൂ. വൈസ് ചാൻസലർ ഇല്ലാത്തപ്പോഴാണ് പ്രോ വൈസ് ചാൻസലർക്കോ സീനിയർ അംഗത്തിനോ സിൻഡിക്കേറ്റ് വിളിച്ചുകൂട്ടാം. ഇവിടെ വൈസ് ചാൻസലർ ഉണ്ട്. അല്ല, അതാണ് പ്രശ്നം. വൈസ് ചാൻസലറുടെ അസാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ നിലവിൽ വൈസ് ചാൻസലർ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ വൈസ് ചാൻസലർ ഇറങ്ങിപ്പോകില്ല. യോഗം പിരിച്ചുവിടുകയാണ്. നിങ്ങൾ എന്താ സർവകലാശാലയുടെ നിയമസഭയിലെ സ്റ്റാറ്റ്യൂട്ട് അല്ലേ സാർ? സർവകലാശാലയ്ക്ക് രണ്ടും രണ്ടാ. വൈസ് ചാൻസലർക്ക് യോഗം പിരിച്ചുവിടാൻ അധികാരമില്ല. നോക്ക്, നിങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടിൽ നോക്ക്. കേൾക്കൂ. അങ്ങനെ സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്നു. ആ സിൻഡിക്കേറ്റ് തീരുമാനം വരുന്ന ഘട്ടത്തിൽ ഹർജി അവിടെ നിൽക്കില്ല. അത് ഇൻഫ്രക്ച്വസ് ആയി. അങ്ങനെ ഹർജി ഇൻഫ്രക്ച്വസ് ആവുന്നത് എപ്പോഴാ? നിലവിൽ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനപ്രകാരം രജിസ്ട്രാർ റിവോക്ക് ചെയ്യപ്പെട്ടു എന്ന് സിൻഡിക്കേറ്റിന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ തോമസിന്, മോഹൻ കുന്നുമലിന്, ഗവർണർക്ക് എന്താ അവരുടെ നിലപാട്? ജനാധിപത്യപരമാണോ? അതാണോ പ്രശ്നം? നിങ്ങൾ നിയമം പറയുമ്പോൾ നിയമം പറ. നിങ്ങൾ നിയമം പറ. നിയമം പറ. വൈസ് ചാൻസലർ വൈസ് ചാൻസലറുടെ അഭാവത്തിൽ വൈസ് ചാൻസലർ വിളിച്ചു ചേർത്ത ഒരു യോഗം, വൈസ് ചാൻസലർ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ വൈസ് ചാൻസലർ യോഗം വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിടുകയാണ്. അപ്പൊ പറയാ സ്പീക്കർ യോഗം പിരിച്ചുവിട്ടു നിയമസഭ. അപ്പൊ പറയാണ് അടുത്ത ഞാനാണ് സ്പീക്കർ, ഞാനാണ് മുതിർന്ന നടക്കട്ടെ നിയമസഭ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വൈസ് ചാൻസലർ ബേസിസ് ആണ്. വൈസ് ചാൻസലർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി, വൈസ് ചാൻസലർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ബാക്കിയുള്ളവർക്ക് യോഗം കണ്ടക്ട് ചെയ്യാൻ ആർഗ്യുമെന്റ് നിൽക്കില്ല. നമ്പർ 1. 2008-2012 സമാനമായ സാഹചര്യം അജയഘോഷും പ്രീവിയസിയും പങ്കെടുക്കാത്ത ചടങ്ങാണ് വിളിച്ചു ചേർത്തത്. ജോളി ജേക്കബ് ആ ചെയർ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത സിൻഡിക്കേറ്റ് മീറ്റിംഗിൽ ഇത് ഒബ്ജക്ട് ചെയ്യപ്പെടുന്നുണ്ട്, അത് റൈറ്റിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. അന്നെടുത്ത തീരുമാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അത് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിലനിൽക്കുന്നു. അഭാവത്തിലല്ല വൈസ് ചാൻസലർ അവിടെ ഉണ്ട്. വൈസ് ചാൻസലർ യോഗം നടത്തി, വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടു. വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടു. അതിനുശേഷം നടക്കാൻ പറ്റില്ല. സ്പീക്കർ നിയമസഭ പിരിച്ചുവിട്ടാൽ പിന്നെ രാജ്യക്കാരി സഭ നടത്താൻ പറ്റില്ല. സ്പീക്കർ പോലെയല്ല വിസിയുടെ നോക്കൂ. ഒന്ന്, വിസി താൽക്കാലിക വിസി അവിടെ വിളിക്കുന്നു, സ്പെഷ്യൽ സെഷൻ വിളിക്കുന്നു. സ്പെഷ്യൽ സെഷന് ശേഷം സ്റ്റാറ്റ്യൂട്ട് 6(1) പ്രകാരം വൈസ് ചാൻസലറുടെ അഭാവമാണ്. എപ്പോഴാണ് വൈസ് ചാൻസലർ ആ അജണ്ട പൂർത്തിയാക്കാതെ അജണ്ടയിലാണ് ചർച്ച നടന്നോ? ചർച്ച നടന്നല്ലോ. എവിടെ? എന്താണ് ഈ പറയുന്നത്? രണ്ടാമത്തെ കോടതിയിൽ പറയേണ്ടത്? അതിനുവേണ്ടിയാണ് യോഗം. ചുമ്മാ പറയല്ലേ. നിങ്ങൾ ചരിത്രം പറയുന്നത് അസ്വസ്ഥരാവല്ലേ ജിമ്മി? ഈ മോഹൻ കുന്നുമലിന് എന്താണ് യോഗ്യത? ഈ സർവകലാശാലയുടെ ഇത്രയും മികവുള്ള സർവകലാശാലയുടെ VC ആയിരിക്കാൻ UGCയുടെ റെഗുലേഷൻ അനുസരിച്ച് ഒരു PhD വേണം, 10 വർഷത്തെ പ്രൊഫസർഷിപ്പ് വേണം. ഇതാണ് കോടതി എന്താ അനുവദിച്ചു കൊടുത്തത്? മറ്റൊരു സർവകലാശാലകളിലും നിലവിൽ പെർമനന്റ് VCമാർ ഇല്ലാത്തത് കൊണ്ട് താൽക്കാലിക VC ആയിട്ട് തുടരാം. അതിനെതിരെ സുപ്രീം കോടതി കേസ് പോയിരിക്കുക. ഈ VC ചെയ്തുകൊണ്ടിരിക്കുന്നത് മിനിമം യോഗ്യത പോലും, കേരള യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ടിരിക്കാനുള്ള മിനിമം യോഗ്യത പോലും UGC റെഗുലേഷൻ പ്രകാരം മോഹൻ കുന്നുമലിനില്ല. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 3. പോയിന്റ് നമ്പർ 4, ഒരു മാസത്തിൽ 5-6 ദിവസം മാത്രം അവിടെ എത്തുന്നയാളാണ് ഈ മോഹൻ കുന്നുമൽ. അവിടെ എത്തിയതിനു ശേഷം തടഞ്ഞു വയ്ക്കപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം നമ്മൾ പറഞ്ഞതാണ്. അവിടെ വന്ന CAS പ്രൊമോഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. വിദേശ സർവകലാശാല വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് സ്തംഭനം നടക്കുന്നു. അടുത്തത് 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴെന്താ രജിസ്ട്രാറിന്റെ വിഷയത്തിലുള്ള തർക്കം. മിനി കാപ്പനെ അവിടെ അംഗീകരിക്കുകയാണ് രജിസ്ട്രാറായിട്ട്. നിലവിൽ സിൻഡിക്കേറ്റ് അവിടെയുണ്ട്.
ആ വിഷയത്തിൽ ആദ്യം മിനിക്കാപ്പൻ വിസമ്മതിക്കുന്നു, ഉത്തരവിടുന്നു. എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് സർവകലാശാലയിൽ നടക്കുന്നത്. എന്നിട്ട് നിലവിൽ എല്ലാ ഫയലുകളും തനിക്ക് കിട്ടണം, എല്ലാ ഫയലുകളും നേരിട്ട് ആക്സസ് വേണം എന്നാണ് VC പറയുന്നത്. VCക്ക് എന്ത് അധികാരമാണ് അതിനുള്ളത്? അതിനുവേണ്ടി VC ആരെയാണ് സമീപിക്കുന്നത്? സ്വകാര്യ സർവീസ് പ്രൊവൈഡറെ സമീപിക്കുന്നു. സ്വകാര്യ സർവീസ് പ്രൊവൈഡർ എടുത്ത് പറയുകയാണ്, അഡ്മിൻ നിയോഗിച്ച് എല്ലാ നോഡൽ ഓഫീസർമാരുടെയും ആക്സസ് കട്ട് ചെയ്യണം. ഒന്ന് നോക്കൂ, ഹിറ്റ്ലർ ഒരു രാജ്യമാണ് ഭരിച്ചതെങ്കിൽ കുന്നുമ്മേൽ ഭരിക്കാൻ ശ്രമിച്ചത് ഒരു സർവകലാശാലയാണ്. അവിടുത്തെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മേലാണ് അയാൾ ഒരു ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നത്. എന്നിട്ടാണ് ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരവില്ലാതെ കിടന്ന് പെരളുന്നത്. എന്നിട്ടാണ് മോഹൻ കുന്നുമ്മേൽ ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറയുകയും അതൊരു ക്രിമിനൽ ഒഫൻസ് ആണെന്ന് അയാൾ പറയുകയും ചെയ്യുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അയാൾ ഇത് പറയുന്നത്? ഇത് തുടങ്ങിയത് മോഹൻ കുന്നുമ്മേൽ, ഇത് വളർത്തിയത് മോഹൻ കുന്നുമ്മേൽ, ഈ നടപടികളുമായി പോയത് മോഹൻ കുന്നുമ്മേൽ. ഈ സർവകലാശാലയുടെ അന്ത്യം കണ്ടുപോകുന്ന ഒരു VC ആയി മാറാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഐൻസ്റ്റീനെ പോലെയുള്ള വലിയ പ്രതിപാദനരായ ആളുകളെ സർവകലാശാലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു സർവകലാശാലയ്ക്ക് ഇതിലും മികച്ച ഒരു VCയെ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുളം തോണ്ടാൻ വരുന്ന മുന്നമാരെ തിരിച്ചറിയണം എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. ഒരിടവേള. വെൽക്കം ബാക്ക്. VCക്ക് പിടിവാശിയോ എന്നായിരുന്നു ചോദ്യം. ആന്റോ അഗസ്റ്റൻ, സമയം പരിമിതിയുണ്ട്. ആയിക്കോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള സർവകലാശാലയുടെ VC ഒരു വലിയ ഔദാര്യം ചെയ്തു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. 1880 സർട്ടിഫിക്കറ്റ് വന്ന് സൈൻ ചെയ്ത് തന്നിരിക്കുന്നു. വളരെ കാര്യമായ കാര്യമാണല്ലോ. അതുകൂടാതെ തന്നെ കുറച്ച് അവിടെ ഞാൻ നോക്കാൻ പറ്റുക കുറച്ച് ഫയല് ഒപ്പിട്ട് തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയാം, ഞാൻ വലിയ രാജാവാണ്, ഞാനത് എന്നെ കാല് തല്ലി ഓടിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ അവർ കാല് തല്ലി ഓടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്ന് ഈ സാധനം എൻ്റെ ഔദാര്യത്തിന് വേണ്ടി ഒപ്പിട്ട് തന്നിരിക്കുന്നു, ഞാനെല്ലാം ഓക്കെ, ഞാൻ പോകുന്നു, ബൈ. ഇതാണ് ഇന്ന് നടന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണ് യാഥാർത്ഥ്യമായ പ്രശ്നം? ഭാരതാംബേനെ കേരളത്തിൽ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ കാവിക്കൊടി ഏന്തിയ ഭാരതാംബേനെ കേരള സർക്കാരും കേരളവും സംവിധാനവും അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ അവസാനിച്ചോ? ഇപ്പോൾ കാവിക്കൊടി ഏന്തിയ ഭാരതാംബേൻ്റെ അവസ്ഥ ഇപ്പം എന്താണ്? ഇതിനെക്കുറിച്ച് തീരുമാനം പറഞ്ഞാൽ മതി. ഈ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഈ കാര്യം പറയേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണ്. ഇടതുപക്ഷവും വലതുപക്ഷമാണ് പറയേണ്ടത്. കോൺഗ്രസും പറയണം, CPM പറയണം. ഈ സാധനം ഓക്കെ ആയോ? ഇപ്പോൾ അത്രയും പറഞ്ഞാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇല്ല. എന്തിനാണ് ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത്? എന്തിനാണ് ഗവർണർ തടഞ്ഞത്? എന്തിനാണ് VCനെ തടഞ്ഞത്? എല്ലാം ഒരു മിനിറ്റ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറയുന്നത് ഈ കാവി പൊടിയേറി ഭാരതാംബയാണ്. ഈ പറയുന്ന VC മന്ത്രി തമ്മിലുള്ള ചർച്ചയിൽ അത് അവസാനിച്ചോ എന്ന് പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ VCയും ഗവർണറും മുഖ്യമന്ത്രിയും ഈ കാര്യം ചർച്ച ചെയ്താൽ ഈ കാര്യം അവസാനിച്ചോ എന്ന് പറഞ്ഞാൽ മതി. കേരളത്തിലെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ അവസ്ഥ ആദ്യം ഒന്നറിയണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ജിമ്മി സാർ നേരത്തെ പറഞ്ഞല്ലോ, ഈ മുഖ്യമന്ത്രിയും പിന്നെ ആഭ്യന്തരമന്ത്രിയും കൈകാര്യം ചെയ്യുന്നത് ആരാ? മുഖ്യമന്ത്രി ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരു റവന്യൂ വകുപ്പിൻ്റെ പരിപാടിക്ക് പോവുകയാണ്. റവന്യൂ വകുപ്പിൻ്റെ പരിപാടിക്ക് മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് അവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടാണോ പെരുമാറുക? അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടാണോ പെരുമാറുക? മുഖ്യമന്ത്രിയായി നിന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ തലവനായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. കേരളത്തിലെ ഗവർണർ എന്ന നിലയ്ക്ക് സെനറ്റ് ഹാളിൽ ഒരു സ്വകാര്യ പരിപാടിക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഗവർണറായി പങ്കെടുക്കാം. അദ്ദേഹം എന്താണ്, മുഖ്യമന്ത്രി വരുന്നത് പോലെ ഒരു ഗവർണർ പരിപാടിക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാം. അദ്ദേഹത്തിനോട് 1 മണിക്കൂർ മുമ്പ് പറയുകയാണ്, ഞങ്ങളുടെ സെനറ്റ് ഹാളിൽ ഈ പറഞ്ഞ ഞങ്ങളുടെ ചട്ടങ്ങൾക്ക് നിരക്കാത്ത ഒരു കാര്യം നടക്കുന്നു, ഞങ്ങളുടെ സെനറ്റ് ഹാളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഗവർണർ ഇദ്ദേഹം വിളിച്ചു പറയുകയാണ്, രജിസ്ട്രാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോംബ് അവിടെ ഇരുന്നോട്ടെ, ഞാൻ അങ്ങോട്ട് വരും എന്ന് പറയാൻ പറ്റില്ല. 1 മിനിറ്റ് പറയട്ടെ, പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ല, 1 മിനിറ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ ഈ പറയുന്ന എന്താണ് ഞങ്ങളുടെ തെറ്റ് ഏതാണ്? ഈ പറഞ്ഞ കാര്യം ശരിയല്ല, നീ ഇവിടെ വരാൻ പറ്റില്ല, ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നിയമാവലി പറഞ്ഞ കാര്യങ്ങളല്ല ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഈ രജിസ്ട്രാർ അറിയുന്നത് എപ്പോഴാണ്? 1 മണിക്കൂർ മുമ്പാണ്. ഈ 1 മണിക്കൂർ മുമ്പ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ്, 1 മണിക്കൂർ മുമ്പ് എന്താ സംഭവിച്ചത്? അവിടെ ഒരു കാവിക്കൊടി ഏന്തിയ ഭാരതാംബേനെ കൊണ്ട് ഈ സെനറ്റ് ഹാളിൽ വെക്കുന്നു. ഈ സെനറ്റ് ഹാളിൽ വെക്കുമ്പോൾ ഒരു നിയമത്തിലും ഒരു റൂളിലും ഒരു സംവിധാനത്തിലും ഇന്ത്യയിൽ ഭരണഘടനയും പറയാത്ത ഒരു ഭാരതാംബേനാണ്. ഇതിനെ പൂജിക്കാനാണ് ആര് വരുന്നത്? 1 മിനിറ്റ്. ഇത് പൂജിക്കാനാണ് ആര് വരുന്നത്? ഗവർണർ വരുന്നത്. VCനെ സംബന്ധിച്ച് എന്താ പറയുക, രജിസ്ട്രാറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഭരണഘടനയിൽ പറയാത്ത ഒരു സംവിധാനത്തെ പൂജിക്കാൻ വേണ്ടി ഗവർണർ വരുന്നു. അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് നിയമത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. 1 മിനിറ്റ്. ആ കാര്യം ഗവർണർ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന രജിസ്ട്രാർ അറിയിക്കുന്നു. രജിസ്ട്രാർ അപ്പം എന്താ പറയുക, ഞാനൊരു പരിപാടിക്ക് പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് നേരെ വന്നു കേട്ടോ. അപ്പം എന്താണ്, ആ അധികാരത്തിൽപ്പെട്ട അത്
അല്ല, അതിനുശേഷം- സ്വകാര്യ പരിപാടി അല്ല, അവിടെ ഒന്നും അത് നടന്നില്ല. സ്വകാര്യ പരിപാടിയാണെങ്കിലും അല്ലെങ്കിലും ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇന്ത്യൻ ജനങ്ങൾ പണം കൊടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഓഫീസ്, പിന്നെ സെനറ്റ് ഹാളിന്റെ അകത്ത് അങ്ങനെ നടത്തേണ്ട കാര്യമില്ല. ആ നിലത്തിന്റെ കാര്യം ഇല്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹം ആ പരിപാടി ക്യാൻസൽ ഏത് ലെറ്റർ കൊടുത്തു. ചട്ടം ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ സാർ. ലെറ്റർ കൊടുക്കുന്നു, ആ പരിപാടി അവർ ക്യാൻസൽ ചെയ്യുന്നു. ശരി, അത് കഴിഞ്ഞ് ഇവർ മുണ്ടായിസൊക്കെ നടത്തി അതിൻ്റെ അകത്ത് ഈ പരിപാടി നടത്തി തിരിച്ചുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗവർണർക്കല്ല പ്രശ്നം. അപ്പോഴത്തേക്കും വി സിക്ക് ടെൻഷൻ കയറി. വി സി എന്ന് പറയുന്നതാണ്, വി സി പറഞ്ഞിട്ട് നടത്തുന്ന പരിപാടിയാണ്. RSSന് വേണ്ടി അയ്യപ്പ സേവാ സംഘം വി സി പറഞ്ഞത് നടത്തുന്ന പരിപാടിയാണ് അവിടെ. പത്മനാഭ സേവാ സമിതി അവിടെ വി സി പറഞ്ഞത് നടത്തുന്ന പരിപാടിയാണ്. വി സിക്ക് അപ്പോഴത്തേക്കും കയറി. അപ്പോൾ വി സി ആരോട് പറയാണ്, ഈ പറയുന്ന സെനറ്റ് നമ്മുടെ പിന്നെ എന്താണ് മറ്റേ ആരാണ്, സെനറ്റ് അല്ലല്ലോ, സിൻഡിക്കേറ്റിനോട് പറയാണ് ഈ രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയാണ്. രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ രജിസ്ട്രാർ സിൻഡിക്കേറ്റ് നോക്കുകയാണ് ഈ രജിസ്ട്രാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ. അവരാണല്ലോ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി അവരെന്ത് പറയുന്നു, ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വി സി പറയുന്നത് എന്താ അറിയോ, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർ കണ്ടത് അത് ശരിയല്ല. അതെന്താണ്, അദ്ദേഹം തെറ്റ് ചെയ്തിട്ട് അവർക്ക് കൂടെ നിന്ന് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങ് സസ്പെൻഡ് ചെയ്തു എന്ന് പറയാണ്. ആ സസ്പെൻഷൻ അംഗീകരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്, അതിൻ്റെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റ് അപ്പോയിൻറ്റ് ചെയ്ത ഒരാളെ വി സി സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ്, കാര്യമില്ല. എന്നിട്ട് എന്താണ് സംഭവം, എന്നിട്ട് ഈ പറഞ്ഞ വി സി അദ്ദേഹം ഇവിടെ ജോലി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വി സി പറയുന്ന കാര്യം അവിടുത്തെ പിയൂണ് പോലും കേൾക്കുന്നില്ല, ഒരു മനുഷ്യൻ പോലും കേൾക്കുന്നില്ല, ഈ മന്ത്രിസഭ കേൾക്കുന്നില്ല, മന്ത്രി കേൾക്കുന്നില്ല, ഒരു ഗവൺമെൻറ് കേൾക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നിട്ട് പറയാണ്, ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്ത് അന്ന് സസ്പെൻഡ് ചെയ്ത് അന്ന് തുടങ്ങി അദ്ദേഹം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അദ്ദേഹം ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ മുഴുവൻ നടത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മുന്നോട്ട് പോകണം. ആരാണ് പിന്നെ രണ്ടാമത് വി സി അപ്പോയിൻറ്റ് ചെയ്ത പിന്നെ ആരാണ് പിന്നെ ഇതുണ്ടോ, അതാണ് രജിസ്ട്രാർ ഉണ്ടല്ലോ, ആ ഏരിയയിലേക്ക് പോലും വരുന്നില്ല, ഫയൽ നോക്കുന്നില്ല, ഒരു സാധനം ചെയ്യുന്നില്ല. അവർ നോക്കാത്ത ഫയൽ ഈ പറയുന്ന ഭരണസ്തംഭനം ആര് മാറ്റി കൊടുക്കാനുള്ള സംവിധാനം വി സിൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. എന്നിട്ട് ഇന്നെന്താ സംഭവിച്ചേ, കഴിഞ്ഞ 18 ദിവസമായിട്ട് ഈ പറഞ്ഞ ഇപ്പോഴത്തെ അനിൽകുമാർ വി സി രജിസ്ട്രാർ നടത്തിയ ഫയലുകളിൽ ഒന്നും ഇദ്ദേഹം ഒപ്പിടാതെ ഇതിനകത്ത് പോയി. എന്നിട്ട് എന്താണ്, ഞാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രിയോട് പറയും. രജിസ്ട്രാർ ഞാൻ സസ്പെൻഡ് ഈ പറയുന്ന ധാർഷ്ട്യമൊന്നും കേരളത്തിൽ വേണ്ടാന്നേ. ഈ രാഷ്ട്രീയം അവിടെ കിടന്നത് എന്താണ്, അവിടെ RSS വളർത്താനും അവിടുത്തെ BJP വളർത്താനും വേണ്ടിയിട്ടല്ല കേരളത്തിലെ സർവകലാശാല നിൽക്കുന്നത്. അതിന് വേണ്ട പണി വേറെ എടുക്കണം. അതിന് ഈ പരിപാടി രാജിവെച്ചിട്ടുണ്ടല്ലോ, രാഷ്ട്രീയ പ്രവർത്തനം എത്തണം. അതുപോലെയുള്ള ധാർഷ്ട്യമാണ്. എന്നിട്ട് പത്രക്കാരി വായിക്കുമ്പോൾ എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ, ഞാൻ ഇറങ്ങിയാൽ പോവുകയാണ്, എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയണമെങ്കിൽ നേരമില്ല. പക്ഷേ അതേ നടത്തുന്നത് എന്താ അറിയോ, രാഷ്ട്രീയ പരിപാടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടുനിന്ന് കൊടുക്കേണ്ട ഗതികേടൊന്നും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കോ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം ഒളിച്ചു കടത്താണ് സർവകലാശാലയിലേക്ക്, ഒളിച്ചു കടത്താണ് RSSനെ. ഇതിന് കൂട്ടുനിൽക്കുന്ന വി സിനെ അംഗീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പം എന്താണ്, ഞാനതാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പം ഭാരതാംബയുടെ പ്രശ്നം തീർന്നോ എന്നുള്ളത്, കോഴിക്കോട് ഏന്തിയ ഭാരതാംബയുടെ പ്രശ്നം തീർന്നോ എന്ന് സർക്കാരും ഗവൺമെൻറ്റും ഇവിടുത്തെ പ്രതിപക്ഷവും പറയണം. അതോടുകൂടി ഈ പ്രശ്നം അവസാനിപ്പിക്കുകയുള്ളൂ. അല്ലാതെ വി സി വന്ന് മന്ത്രിയായിട്ട് കൈ കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ല കേരളത്തിലുള്ളതെന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ മിനി കാപ്പന്റെ കാര്യത്തിൽ ചട്ടവിരുദ്ധമായിട്ടാണ് നിയമനം. നിലവിൽ സെക്ഷൻ 10, 13 വകുപ്പ് ഉപയോഗിച്ചല്ല നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ മിനി കാപ്പൻ ഒപ്പിട്ട ഫയൽ വി സി ഒപ്പിട്ടാൽ അത് ചട്ടവിരുദ്ധമാവും. അങ്ങനെ വന്നാൽ വിചാരണയ്ക്ക് ആര് പോകേണ്ടി വരും? മിനി കാപ്പൻ ചട്ടവിരുദ്ധമായിട്ട് ഒപ്പിട്ടു എന്ന് പറഞ്ഞേണ്ടി വരും. ഒരേ സമയം മിനി കാപ്പനെ കൂടി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ വി സി. അവർ താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് സമ്മർദ്ദം ചെലുത്തി അവിടെ നടത്തിയിരിക്കുന്നത് നോക്കൂ. അപ്പോൾ ഇയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ സെക്ഷൻ 10, 13 വകുപ്പ് പ്രകാരമല്ല, നേരിട്ട് നിയമിച്ചിരിക്കുക വി സി. നേരിട്ട് ഓർഡർ എന്തെങ്കിലുണ്ട്. പി ഹരികുമാറിനെ മാറ്റിയിട്ട് ഇവരെ നിയമിച്ചിരിക്കുന്നത്. പി ഹരികുമാറിനെ നിയമിച്ചത് സെക്ഷൻ ഉപയോഗിച്ച്, മിനി കാപ്പനെ നിയമിച്ചത് സെക്ഷൻ ഉപയോഗിക്കാതെ. എന്ത് അധികാരമാണ് ഇയാൾക്കുള്ളത്? തോന്നിവാസം പോലെ ചെയ്യാനോ? ഇതെന്താണ് ഈ നാട്? അപ്പോൾ വി സിക്ക് പിടിവാശു എന്നതായിരുന്നു ചോദ്യം. 3 പേരുടെയും ഉത്തരം യെസ് എന്നാണ്, ഒരാൾ മാത്രം നോ. Meet the editors.